ഷിസൂസ് കിഡ്സ് വേൾഡ്, a complete kids channel. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. വൈദ്യശാസ്ത്രത്തിന്റെ ചിഹ്നം. ഒരു ദണ്ടിൽ രണ്ട് സർപ്പങ്ങൾ ചുറ്റിക്കിടക്കുന്നത് അല്ലെങ്കിൽ ചിറകോട് കൂടിയ രണ്ട് സർപ്പങ്ങൾ രണ്ടും ഇപ്പോൾ വൈദ്യശാസ്ത്രത്തിന്റെ ചിഹ്നങ്ങളായി പ്രചാരത്തിലുണ്ട്. ആയുസ് നീട്ടിക്കിട്ടാനാണല്ലോ ചികിത്സയുടെ പ്രധാന ലക്ഷ്യമായി നമ്മൾ കരുതുന്നത്. പടം പൊഴിക്കുന്നതിലൂടെ പാമ്പുകൾ പുനർജന്മം നേടുന്നുവെന്ന് കണക്കാക്കിയാണ് വൈദ്യശാസ്ത്രത്തിന്റെ ചിഹ്നങ്ങളിൽ സർപ്പങ്ങൾ കയറിക്കൂടിയത്. ഗ്രീക്ക് പുരാണത്തിലെ വൈദ്യശാസ്ത്ര വിദഗ്ധനായ അസ്കലേപ്പിയൂസിന്റെ ചിഹ്നമായിരുന്നു ഒരു ദണ്ടിൽ ചുറ്റിയ പാമ്പ്. മുൻപ് വൈദ്യശാസ്ത്രത്തിന്റെ ചിഹ്നവും ഇതായിരുന്നു. അപ്പോളോ ദേവന് രഹസ്യ കാമുകിയായിരുന്ന കൊറോണിസ് രാജകുമാരിയിൽ ജനിച്ച പുത്രനായിരുന്നു അസ്കലേപ്പിയൂസ്. അമേരിക്കയിലെ ആൽബർട്ട യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിന്റെ ചുവരിൽ ശില്പമായി ഇത് ആവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹം വീട്ടിൽ പാമ്പുകളെ വളർത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, മരിച്ചവർക്ക് പുനർജന്മം നൽകുവാനായി അറിയപ്പെടാനാണ് എൻ്റെ ആഗ്രഹം. അതിന്റെ പ്രതീകമാണ് പടം പൊഴിക്കുന്നതിലൂടെ പുനർജന്മം തേടുന്ന പാമ്പുകൾ. അതിനാൽ പാമ്പുകൾ എൻ്റെ ജോലിയുടെ മുദ്രയാണ്. അസ്കലേപ്പിയൂസിന്റെ ചിഹ്നത്തിനു പകരം ഹെർമിസ് ദേവന്റെ ചിഹ്നമായ ചിറകോടുകൂടിയ രണ്ട് സർപ്പങ്ങൾ ചുറ്റിയ ദണ്ട് കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. പോരാടുകയായിരുന്ന രണ്ട് സർപ്പങ്ങളുടെ നടുവിൽ ഹെർമിസ് തന്റെ ദണ്ടെറിയുകയും സർപ്പങ്ങൾ പോരാട്ടം നിർത്തി ദണ്ടിനെ ചുറ്റിപ്പിണയുകയും ചെയ്തെന്നാണ് കഥ. പാമ്പുകൾക്കിടയിൽ സമാധാനം സ്ഥാപിച്ചിരുന്ന ദണ്ട് ഹെർമിസിന്റെ ചിഹ്നമായി മാറി. എന്നാൽ ഹെർമിസ് സൂത്രക്കാരനാണെന്നും തന്ത്രജ്ഞനാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇക്കാരണത്താൽ അദ്ദേഹം വ്യാപാരികളുടെയും മോഷ്ടാക്കളുടെയും ദേവനാണ്. ഹെർമിസിന്റെ ചിഹ്നം ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ മോഷ്ടാക്കളുടെ ചിഹ്നമാണെന്ന പരാതിയുമുണ്ട്. 1500കളിൽ അച്ചടി പ്രചാരത്തിലായതോടെ പ്രസ് ഉടമകൾ തങ്ങൾ വ്യാപാരികളും സന്ദേശവാഹകരുമെന്ന നിലയ്ക്ക് ഹെർമിസിന്റെ ചിഹ്നം ഉപയോഗിച്ചു. പിന്നീട് അവർ വൈദ്യശാസ്ത്ര പുസ്തകങ്ങൾ അച്ചടിച്ചപ്പോഴും അതേ ചിഹ്നം ഉപയോഗിച്ചു. ഡോക്ടർമാർക്കിടയിൽ ഈ പുസ്തകങ്ങൾ പ്രചാരത്തിലായതോടെ ചിഹ്നത്തിനും പ്രചാരം ലഭിച്ചു. അസ്കലേപ്പിയൂസിന്റെ പേരിൽ ക്ഷേത്രങ്ങൾ വന്നത് BC 4-ാം നൂറ്റാണ്ടിലാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹിപ്പോക്രാറ്റസ് ഈ ക്ഷേത്രങ്ങളിലാണ് വിദ്യാഭ്യാസം നടത്തിയത്.